ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സർഗാത്മക സാഹിത്യത്തെയാണ് കൂടുതൽ പരിഗണിക്കുക, കൂടുതൽ പരിചരിക്കുക, കൂടുതൽ സെഷനുകളൊക്കെ ഉണ്ടാകുക. പക്ഷേ ബുക്ക് ബ്രഹ്മ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഈ വർഷം സാഹിത്യ നിരൂപണം, മലയാളത്തിലെ സാഹിത്യ നിരൂപണത്തിന് അതിഗംഭീരമായൊരു സെഷൻ നൽകിയതിൽ, സമ്മാനിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നിരൂപണമില്ലാതെ, വിമർശനമില്ലാതെ, അതിൻ്റെ വെയിലും അതിൻ്റെ മഴയും അതിൻ്റെ മഞ്ഞുമേൽക്കാതെ ഒരിക്കലും സാഹിത്യം സമ്പൂർണ്ണമായിട്ടുള്ളൊരു വളർച്ച നേടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. നമുക്ക് ഈ സെഷനിൽ ലഭിച്ചിരിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള, ഏറ്റവും സക്രിയമായ, ഏറ്റവും സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രിയപ്പെട്ടവരെയാണ്, രണ്ട് യുവ എഴുത്തുകാരെയാണ്, നിരൂപകരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം കവിത എഴുതാൻ ഒരുപാട് ആളുണ്ട്, നോവൽ എഴുതാൻ ആളുണ്ട്, ചെറുകഥ എഴുതാൻ ആളുണ്ട്, ആത്മകഥയ്ക്കും ഓർമ്മക്കുറിപ്പിനും ഒക്കെ ആളുണ്ട്. പക്ഷെ ധീരമായി ഒരുപക്ഷെ അന്യം നിന്ന് പോകുമെന്നൊക്കെ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാഖയിൽ സധൈര്യം മുന്നേറുന്ന പ്രിയപ്പെട്ട രണ്ടുപേരാണ്. ഡോക്ടർ രാഹുൽ രാധാകൃഷ്ണൻ അദ്ദേഹം ഫിക്ഷനിലും അതുപോലെ ചെറുകഥയിലും ലോക സാഹിത്യത്തെ വായിക്കുകയും അത് മലയാളത്തിലെ നോവലും ചെറുകഥയൊക്കെ താരതമ്യപ്പെടുത്തുകയും നമ്മുടെ സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഇന്ധന ശക്തിയായി മാറുന്ന രീതിയിൽ തൻ്റെ എഴുത്തിനെ, തൻ്റെ ആലോചനകളെ, തൻ്റെ ചിന്തകളെ ചേർത്ത് നിർത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു പുസ്തകമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്, ഉയിർ ഭൂപടങ്ങൾ എന്നാണ്. അത് മലയാളത്തിലെ ഏറ്റവും ശക്തമായ ഒരു സാംസ്കാരിക ഉപലബ്ധിയാണ്. അദ്ദേഹം എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. പ്രിയപ്പെട്ട രാഹുൽ രാധാകൃഷ്ണനെ വളരെ സ്നേഹത്തോടു കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ദേവേശൻ പേരൂർ, അദ്ദേഹം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10-30 വർഷമായി മലയാളത്തിലെ പുതുകവിതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അതിസൂക്ഷ്മമായുള്ള നിരീക്ഷണങ്ങൾ മലയാള കവിതയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന വളരെ അപൂർവം നിരൂപകർ മാത്രമാണ് നമ്മളെ മലയാള സാഹിത്യത്തിലുള്ളൂ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ, പുതുകാലം പുതുകഥ, ഈ ഒരുപക്ഷെ ഇന്നലെ നടന്ന ഒരു സെഷനിൽ പുതുകാലം പുതുകവിത എന്ന് പറയുന്ന ടൈറ്റിൽ വാസ്തവത്തിൽ ദേവേശൻ പേരൂരിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ്. വി രാമൻകുട്ടി മാഷ് ഉൾപ്പെടെയുള്ള, പി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള, എസ് ജോസഫ് ഉൾപ്പെടെയുള്ള കവികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്താണ് മലയാള കവിതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പുസ്തകം. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഒച്ചയിൽ വരയ്ക്കുന്ന വെളിച്ചങ്ങൾ, എസ് ജോസഫിനെ സമ്പൂർണ്ണമായി പഠിച്ചൊരു പുസ്തകം. മറ്റൊരു ഗംഭീരമായൊരു സമാഹാരം മൺതരിയും വൻകരയും എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകം, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 300 പേജോളം വരുന്ന നിരൂപണ ഗ്രന്ഥം. അതുൾപ്പെടെയുള്ള മറ്റനേകം ലേഖനങ്ങൾ എഴുതിയ ആളാണ് പ്രിയപ്പെട്ട ദേവേശൻ പേരൂർ. അദ്ദേഹത്തിനെയും ഹൃദയത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സംസാരമല്ല ഇവിടെ വേണ്ടത്, മറിച്ച് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അതിൽ നിരൂപണത്തെക്കുറിച്ച്, പൊതുവെ നിരൂപണം, വിമർശനം എന്നൊക്കെ പറയുന്ന ഒരു ശാഖയെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപക്ഷെ ഈ രണ്ടു പേർക്കും അവരവരുടേതായ രീതിയിലുള്ള വീക്ഷണങ്ങളും ചിന്തകളൊക്കെ ഉണ്ടാകും. പൊതുവായിട്ടുള്ളൊരു ചോദ്യം നിലയ്ക്ക് രണ്ടുപേരോടും ഒരു ചോദ്യമാണ്. കാരണം അതിൽ ഒരുപക്ഷെ നിരൂപണത്തെ ശക്തമായി പിന്താങ്ങുന്ന ആളുകളുണ്ടാവാം. നിരൂപണ ശാഖ അതിശക്തമായി സാഹിത്യത്തിൻ്റെ കൂടെ തന്നെ വരണം. അത് സ്വതന്ത്രമായിട്ട് തന്നെ, സർഗാത്മക സാഹിത്യം പോലെ തന്നെ സ്വതന്ത്രമായിട്ട് KPFൻ്റെ ഒക്കെ സാഹിത്യം, വിജയ മാഷൊക്കെ എഴുത്തുകൾ, അഴീക്കോട് മാഷ എഴുത്തുകളൊക്കെ സ്വതന്ത്രമായി തന്നെ നിൽക്കുന്നു, സാഹിത്യത്തെ ഉപജീവിക്കുന്നതല്ല. എന്നാൽ അതേ സമയത്ത് തന്നെ MN വിജയ മാഷ് പറഞ്ഞത്, എന്താണ്, എലിയുടെ മാളത്തിൽ കയറി എലിയെ തിന്ന് ആ എലിയുടെ വാസസ്ഥാനം എന്താണ്, സ്വന്തം വാസസ്ഥാനമാക്കുന്ന ചേരയുടെ ഡ്യൂട്ടിയാണ്, ദൗത്യമാണ് പലപ്പോഴും നിരൂപകർ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞത് മഹാനായ വിമർശകൻ MN വിജയൻ മാഷാണ്. ഇങ്ങനെ പലതരത്തിലുള്ള വാദങ്ങളുണ്ട്. എന്താണ് പ്രിയപ്പെട്ട രാഹുൽ രാധാകൃഷ്ണന് നിരൂപണം അല്ലെങ്കിൽ വിമർശനം എന്നത്? നമസ്കാരം. ആദ്യമായി ഈ ബുക്ക് ബ്രഹ്മ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ സംഘാടകരെ നന്ദി അറിയിക്കുകയാണ്. അപ്പം നിരൂപണത്തിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ചിട്ടുള്ളൊരു ചോദ്യമായിട്ട് തന്നെയാണ് ഞാനിപ്പം ഇതിനെ കാണുന്നത്. അപ്പം കഴിഞ്ഞ 15 വർഷമായിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയിട്ടുള്ളത്. 2010 മുതൽ ഞാൻ നിരൂപണം എഴുതാറുണ്ട്. അപ്പോൾ നിരൂപണത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, കേസിൽ നിന്ന് തുടങ്ങിയ ഒരു നിരൂപണത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നിരൂപണത്തിൻ്റെ ഒരു പ്രാമുഖ്യം എക്കാലവും മലയാള സാഹിത്യത്തിലും, ഏത് സാഹിത്യത്തിലും എന്നപോലെ മലയാള സാഹിത്യത്തിലും എക്കാലവും ഉണ്ടായിരുന്നു. അപ്പം ആധുനികരുടെ കാലത്താണത് ഏറ്റവും കൂടുതൽ വളരെ ശക്തമായി നിലനിന്നത്. KPFനാണെങ്കിലും വി രാജകൃഷ്ണനാണെങ്കിലും ആശാമേനോൻ ആണെങ്കിലും അവർ നിർവചിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ വിഭാവനം ചെയ്തിരുന്ന ഒരു ആധുനികതയുടെ പ്രസ്ഥാനത്തിലൂടെ വന്ന അവർ
നിർവചിച്ച പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ വായിച്ചറിഞ്ഞ് മുന്നോട്ട് പോയത്. അപ്പം കാലം മുന്നോട്ട് പോകുന്തോറും ഇപ്പോൾ സമകാലത്തേക്ക് എത്തുമ്പോഴേക്കും നിരൂപണത്തിന് വരുന്ന കാലികമായ മാറ്റങ്ങൾ മറ്റ് ഏത് സാഹിത്യശാഖയിൽ എന്നതുപോലെ തന്നെ നിരൂപണത്തിൻ്റെ വ്യാപ്തിയും നിരൂപണം സഞ്ചരിക്കുന്ന വഴികളും വളരെ വലുതാവുകയും അല്ലെങ്കിൽ അതുവരെ പരിചിതമല്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഇതുവരെ നമ്മളൊരു കൃതിയെ അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ നമ്മൾ നിരൂപണം ചെയ്യുമ്പോൾ ആ പുസ്തകവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ജ്ഞാനശാഖയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഗതികളെ ആയിരിക്കും നമ്മൾ കൂടുതലും അതിന് വിഭാവനം ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ പുസ്തകം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു കൺക്ലൂഷനിൽ ആ പുസ്തകത്തെ കൊണ്ടെത്തിക്കുക എന്നതല്ല ഒരു നിരൂപകൻ്റെ ധർമ്മം. മറിച്ച് ആ നോവൽ എഴുതാൻ അല്ലെങ്കിൽ ആ നോവലിസ്റ്റ് ആ ബുക്ക് ആസ് എ എൻറ്റിറ്റി, ആ ബുക്കിൻ്റെ അല്ലെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ധർമ്മം അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ വിഷൻ എന്താണ് എന്ന് നോവലിസ്റ്റിൻ്റെ വിഷനേക്കാൾ ഉപരിയായിട്ട് ആ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന വിഷൻ എന്താണ് എന്ന് സ്ഥാപിക്കുകയാണ് നിരൂപകൻ്റെ ഒരു പൊതുവായിട്ടുള്ള ധർമ്മവും ഒരു കടമയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിരൂപണം എന്ന് പറയുന്നത് ആ പുസ്തകം പറയുന്ന ആ പുസ്തകം ഇപ്പോൾ എന്തുമാകട്ടെ, പ്രധാനമായിട്ടും ഫിക്ഷനെയാണ് ഞാൻ നിരൂപണത്തിന് വിധേയമാക്കുന്നത് എന്നുകൊണ്ട് തന്നെ ഒരു നോവലാവട്ടെ അല്ലെങ്കിൽ ഒരു ചെറുകഥയാവട്ടെ, ആ നോവൽ പറയുന്ന അല്ലെങ്കിൽ നോവൽ ഉപജീവിക്കുന്ന ദേശകാലം അല്ലെങ്കിൽ നോവൽ ഉപയോഗിക്കുന്ന ഒരു പ്രമേയത്തിനേക്കാൾ ഉപരിയായിട്ട് അത് നോവലിൻ്റെ സാമൂഹികമായിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, അതിന് മറ്റ് തലങ്ങളിലേക്ക് നോവൽ വികസിക്കാനുള്ള അല്ലെങ്കിൽ നോവലിൽ പറയാതെ പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നോവലിൻ്റെ മറ്റു മേഖലകളുമായിട്ട് നോവൽ എങ്ങനെയാണ് കടന്നു പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പം ഒറ്റ വായനയിൽ നമുക്കത് വ്യക്തമാവാത്തതോ ഒറ്റ വായനയിൽ നമുക്ക് ഒരുപക്ഷെ ഒറ്റ വായനയിൽ നോവലിസ്റ്റ് പോലെ ഉദ്ദേശിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള നോവലിൻ്റെ ഒരു ബന്ധം, നോവലിൻ്റെ ഒരു അപ്പം നോവൽ പല മറ്റു മൾട്ടിപ്പിളായിട്ടുള്ള ജ്ഞാനശാഖകളുമായിട്ട്. അപ്പോൾ അത് കാരണം നമുക്കതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം, ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇവൻ നോവലിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഇപ്പം നമ്മളിപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് ആ നോവൽ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ അതിന് സാങ്കേതികമായ അംശങ്ങൾ കടന്നു വരുന്നു. നമ്മളിതുവരെ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ 60കളിലും 70കളിലും 80കളിലും കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത സങ്കേതങ്ങളാണ് നോവലിലേക്ക് വരുന്നത്. ഇപ്പം നമ്മളിപ്പം റിയലിസ്റ്റിക് നോവൽ കഴിഞ്ഞു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ 60കളിലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അസ്തിത്വവാദത്തിൻ്റെ പലതരത്തിലുള്ള വേർഷൻസുകൾ കണ്ടു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വേറെ തലത്തിലേക്ക് നമ്മൾ പാശ്ചാത്യ ഫിലോസഫിയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ആ തരത്തിലുള്ള നോവലുകൾ ഇവിടെയും എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുശേഷം ആധുനികത കഴിഞ്ഞു, 80കളുടെ തുടക്കത്തിൽ വേറൊരു തരത്തിലുള്ള ആധുനികയ്ക്ക് ശേഷം എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന് വേറെ തരത്തിലുള്ള എക്സ്പെരിമെൻ്റൽ രചനകളും ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് അതിൽ നിന്നും മുന്നോട്ട് പോയിട്ട് നമ്മൾ 90കൾക്ക് ശേഷം ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു ആവിർഭാവത്തോടു കൂടി എന്താണ് നോവൽ രചനയിൽ വന്ന മാറ്റം, അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സ്വരൂപത്തിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫിക്ഷൻ നോവൽ എന്ന് വെച്ചാൽ ഞാൻ ഫിക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിക്ഷൻ വന്ന സാംസ്കാരിക സ്വരൂപത്തിന് വരുന്ന മാറ്റങ്ങൾ എന്താണ്, ഇപ്പോൾ ഇൻ്റർനെറ്റ് വരുന്നു, ഇമെയിൽ വരുന്നു, പിന്നെ സോഷ്യൽ മീഡിയ വരുന്നു, വാട്സപ്പ് വരുന്നു, ടെലഗ്രാം വരുന്നു. അപ്പോൾ ഇത്തരം കാര്യം വരുമ്പോൾ ആ ഒരു നോവൽ നമ്മളിപ്പം വിദേശങ്ങളിൽ നമ്മൾ സൈബർ പങ്ക് നോവൽസ് എന്ന് പറഞ്ഞൊരു നോവലുകൾ 80കളിലെല്ലാം വളരെ സജീവമായിരുന്നു. വില്യം ഗിബ്സൻ്റെയൊക്കെ നോവലുകൾ, ന്യൂറോമാൻസർ എന്ന് പറഞ്ഞ നോവലുകളൊക്കെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കും സൈബർ രചനകൾ എന്താണ് സൈബർ രചന. ഇപ്പോൾ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിന് ഒരു ഇമെയിൽ അയച്ചാൽ അതൊരു സൈബർ നോവലൊന്നും ആവില്ല. അപ്പോൾ അത് അത്തരത്തിലല്ലാതെ സാങ്കേതികതയുടെ സാധ്യത നമുക്ക് എങ്ങനെയാണ് ഇപ്പം മറ്റു പല ലോകങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായി വരുന്നത് പോലെയുള്ള, കാരണം സാങ്കേതികത നമ്മൾ ഒട്ടും പിന്നിലല്ല. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ നമ്മളെങ്ങനെയാണ് പരീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഫിക്ഷൻ എഴുതാനുള്ള ഒരു നോവലിസ്റ്റിൻ്റെ ധർമ്മം എന്തൊക്കെയാണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പം ഫ്രാൻസിസ് ഡിക്കോര എന്ന് പറഞ്ഞൊരു നോവൽ എടുക്കാം. ഫ്രാൻസിസ് ഡിക്കോര ഞാനൊരു ഉദാഹരണമായിട്ട് മാത്രം പെട്ടെന്ന് തോന്നിയ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. കാരണം അതിൻ്റെ ഒരു എഴുത്തിൻ്റെ രീതി
വളരെ വ്യത്യസ്തമാണ്. അത് വേറെ മറ്റു പല തരത്തിലുള്ള ജ്ഞാനശാഖകളുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് അതിനകത്ത് മാത്സ് വരുന്നുണ്ട്, ചരിത്രം വരുന്നുണ്ട്, അങ്ങനെ മറ്റു പല ഇൻ്റർനെറ്റിൻ്റെ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്പെക്കുലേറ്റീവായിട്ടുള്ള, അപ്പോൾ സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ശാഖ തന്നെ നമുക്ക് ലോകസാഹിത്യത്തിലുണ്ട്. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ്റെ സാധ്യതകളെയെല്ലാം അപ്പം ഒരു വളരെ ഭ്രമാത്മകമായ രീതിയിൽ സാങ്കേതിക ടെക്നോളജിയുടെയൊക്കെ സഹായത്തോടു കൂടി എങ്ങനെയാണത് നോവൽ മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ആ നോവൽ മുന്നോട്ട് വെക്കുന്നതുകൊണ്ട് മാത്രമല്ല ആ സാങ്കേതികത വന്നതുകൊണ്ട് ആ നോവലിന് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആ സാഹിത്യശാഖയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് അന്വേഷിക്കലും കൂടിയാണ് നിരൂപകൻ്റെ ധർമ്മം. അല്ലാതെ ആ നോവൽ പറഞ്ഞ നോവലിൻ്റെ സത്യമോ അല്ലെങ്കിൽ നോവലിൻ്റെ സാരാംശമോ മാത്രം ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ നോവലിനെ അല്ലെങ്കിൽ നിർദ്ധാരണം ചെയ്തുകൊണ്ട് നോവലിന് ഇത്ര മാർക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു പരിശോധനയല്ല നിരൂപകൻ ചെയ്യുന്നത്. അപ്പോൾ നിരൂപകനെ സംബന്ധിച്ചുള്ള നോവൽ ഒരു മെറ്റീരിയൽ മാത്രമാണ്. ആ മെറ്റീരിയലിനെ ആസ്പദമാക്കി അയാൾ ചെയ്യുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് ആർട്ട് വർക്കാണ് നിരൂപണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയത്തിൽ ദേവേശൻ പേരൂർ സംസാരിക്കും. സുഹൃത്തുക്കളെ, ഈ അനേകായിരം കവികൾ അനേകായിരം കവികളുണ്ട്, നൂറുകണക്കായ കഥാകാരന്മാരുണ്ട്. അങ്ങനെയൊന്നും ഒട്ടും ജനത്തിരക്കില്ലാത്ത ഒരു സ്പേസാണ് നിരൂപണത്തിൻ്റെത് എന്നുള്ളത് കൊണ്ടാണ് ഈ രംഗത്ത് കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കഥ എഴുതിയും കവിത എഴുതിയും വിജയിക്കാൻ സാധ്യമില്ലാത്തതുകൊണ്ട് നിരൂപണത്തിന് ആളുകൾ വലിയ തിരക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് 10-20 വർഷമായിട്ട് ശ്രദ്ധിച്ചത്. എന്തായാലും എന്നെ മലയാളത്തിൽ ചെറിയ തോതിൽ ഈ കവിതാ നിരൂപണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്നെ ഈ വലിയ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ എൻ്റെ സംഘാടകരോട് അതിന് നന്ദി പറയട്ടെ. എന്താണ് നിരൂപണം എന്നുള്ളത് വളരെ കൃത്യമായി പറയുക വലിയ ബുദ്ധിമുട്ടാണ്. രാഹുൽ ഏറെക്കുറെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ സ്ഫോടനാത്മകമാണ് നിരൂപണം എന്നുള്ളതാണ്. 18-ാം നൂറ്റാണ്ടിൽ ഗദ എന്ന് പറഞ്ഞ വലിയ എഴുത്തുകാരുണ്ട്, കവിയുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കൊല്ലു ഈ പട്ടിയെ, ഇവനൊരു നിരൂപകനാണെന്ന്. കൊല്ലു ഈ പട്ടിയെ, ഇവനൊരു നിരൂപകനാണെന്ന് 18-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു ആദി ഇപ്പോഴും മലയാളത്തിലെ എഴുത്തുകാർക്ക് ഇപ്പോഴും പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അലിവോടെ എന്നാണ്, കനിവൊട്ടുമില്ലാതെ കലിയോടെ ഉമ്മറപ്പടിമേലിരിക്കുന്നു കാവ്യഗുണ്ട എന്ന് ഈ 2025 ഒരു കവി എഴുതുന്നുണ്ട്. കനിവൊന്നുമില്ലാതെ കലിയോടെ ഉമ്മറപ്പടിമേലിരിക്കുന്നു കാവ്യഗുണ്ട എന്ന് ഇന്നലെ ഇവിടെ കവിത അവതരിപ്പിച്ചിരിക്കുന്ന ഷീജ വക്കം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും വിമർശകരെ ഭയക്കുന്നുണ്ട് എഴുത്തുകാർ. കാരണം വിമർശനം എന്നുള്ളത്, നിരൂപണം എന്നുള്ളത് വളരെ സ്ഫോടനാത്മകമായ ഒരു സംഗതിയാണ്. അത് ആ കൃതിയെ തന്നെ നിസ്തേജമാക്കിയിട്ട് വേറൊന്നിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്. ഇന്നതാണ് നിരൂപണം എന്ന് പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ ഒരു നിരൂപകന് വലിയൊരു അധികാരഘടനയുണ്ട്. ആ അധികാരഘടനയെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരാളല്ല ഞാൻ എന്നുള്ളതുകൊണ്ട് ഇന്നതാണ് നിരൂപണം ഞാൻ പറയുന്നില്ല. പക്ഷേ നിരൂപണത്തിൽ ധാരാളം സംഗതികളുണ്ട്. നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഒരു കൃതി വായിച്ചിട്ട് ഇന്നതാണ് ഇത് ലളിതമായിട്ട് ഇന്നതാണ് എന്ന് പറയുന്ന ഒരു മാഷപണിയുണ്ട്, മുൻഷിപ്പണിയുണ്ട്. അതിനെ നിരൂപണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. മുൻഷിപ്പണിയല്ല നിരൂപണം. മറിച്ച് ഒരു കർത്താവ്, ഒരു എഴുത്തുകാരൻ എന്താണ് ഒരു കൃതിയിൽ ചെയ്യുന്നത്? UK ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, വലിയ വീരാമുട്ടി മാഷൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തെ നിരീക്ഷിച്ചിട്ട് ഒരു പാഠത്തെ ആവിഷ്കരിക്കുകയാണ് ചെയ്യുക. ഒരു പാഠമാണ് ആവിഷ്കരിക്കുന്നത്. ഒരു പാഠം മാത്രമാണ് കർത്താവ് ആവിഷ്കരിക്കുന്നത്. വായനക്കാരൻ ആ പാഠത്തെ വായിച്ചെടുക്കുന്നേയില്ല. വായനക്കാരൻ വായിച്ചെടുക്കുന്നത് മറ്റൊരു പാഠത്തെയാണ്. ഈ കൃതിക്കകത്ത് ധാരാളം ബഹുവിധങ്ങളായ പാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബ്രത്ത് ദ ഡെത്ത് ഓഫ് ഓദർ എന്ന് പറയുന്നത്. എത്രയോ തവണ പറഞ്ഞതായിരിക്കും. ഗ്രന്ഥകർത്താവിനെ അല്ല വായിച്ചെടുക്കും. ഗ്രന്ഥകർത്താവ് ഒരു രസം നിറച്ചു വെച്ച ഒരു പാനപാത്രമല്ല ഒരു കൃതിയും. അങ്ങനെ പണ്ടങ്ങനെയുണ്ട്. കൃതിയിലൂടെ മുന്നിലിരിക്കുന്ന കൃതിയുടെ പ്രകൃഷ്ടകൃതിയിലൂടെയുള്ള തീർത്ഥയാത്രയാണ് നിരൂപണം എന്നാണ് പഴയൊരു സങ്കല്പം. മറിച്ച് ഗ്രന്ഥത്തിൽ ഒരു പാഠമുണ്ട്. അത് കർത്താവ് എഴുതി കർത്താവിൻ്റെ പാഠമാണ്. വായനക്കാരൻ നിരൂപകൻ മറ്റൊരു പാഠത്തെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പാഠം ഗ്രന്ഥകർത്താവിൻ്റെ പാഠവുമായി യാതൊരു ബന്ധവുമില്ലാത്തായിരിക്കും. രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, മാമ്പഴത്തിന് MN വിജയൻ നൽകിയൊരു പാഠമുണ്ട്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ 4 മാസത്തിന് മുമ്പിലേറെ നാൾ കൊതിച്ചിട്ട് ഈ ബാലമാങ്കതം പൂവിട്ടുണ്ണികൾ വിരിയവേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മലയാളികളുടെ അമ്മമാരെയും കുട്ടികളൊക്കെ കരയിപ്പിച്ച, ഏതൊരു മനുഷ്യനെ കരയിപ്പിക്കുന്ന ഒരു കവിതയാണ് മാമ്പഴം.
പക്ഷേ എം വിജയൻ പറഞ്ഞത് ഇതിനകത്ത് മാമ്പഴത്തിൽ മാമ്പഴമില്ല എന്നാണ്. വൈലോപ്പിള്ളി സ്തംഭിച്ചു പോയിട്ടുണ്ട്. അതാണ് സ്തോഭജനകമാണ് നിരൂപകൻ്റെ കണ്ടെടുക്കൽ. ഇതിൽ മാമ്പഴമില്ല. അദ്ദേഹം പറയാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം മനഃശാസ്ത്രത്തിൻ്റെ ഒരു ടൂൾ വെച്ചിട്ടാണ് ഇതിനെ വായിക്കുന്നത്. ഇതിൽ മാമ്പഴമില്ല, നമ്മളതിനെ അന്തിച്ചു പോകും. മാമ്പഴത്തിൽ മാമ്പഴമില്ലേ? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: തെങ്ങിൻ്റെ കായ എന്നർത്ഥമുള്ള തേങ്ങയ്ക്ക് കുട്ടികൾ എന്താ പറയുക? തെങ്ങിൻ്റെ കായ എന്നർത്ഥമുള്ള തേങ്ങയ്ക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കുട്ടികൾ എന്താ പറയുക? തേങ്ങ എന്ന് പറയുമോ? എന്താ പറയുക? ചെറിയ കുട്ടികൾ പറയാം. ചെറിയ കുട്ടികൾ തേഞ്ഞ എന്നാ പറയാം. തേങ്ങ എന്ന് പറയില്ല, തേഞ്ഞ. മാവിൻ്റെ കായ എന്നർത്ഥമുള്ള മാങ്ങയ്ക്ക് ചെറിയ കുട്ടികൾ എന്ന് പറയും. മാങ്ങ എന്ന് പറയുമോ? ഇല്ല, മാഞ്ഞ എന്നാ പറയാം. അപ്പോൾ അമ്മയുടെ കായ എന്നർത്ഥമുള്ള അമ്മിങ്ങയ്ക്ക് കുട്ടി എന്തു പറയും? അമ്മിഞ്ഞ എന്ന് പറയും. അപ്പോൾ മാ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. പഴം, പഴം, അമ്മയുടെ പഴമാണ് ഇത്. മാമ്പഴത്തിൽ മാമ്പഴമല്ല ഉള്ളത്. അമ്മയുടെ മാറിടത്തിൽ അനാഥമായി കിടക്കുന്ന അമ്മയുടെ സ്തനതടങ്ങളാണ് മാമ്പഴം എന്ന് കണ്ടെത്തുമ്പോൾ അത് സ്ഫോടനാത്മകമായൊരു തിരിച്ചറിവാണ്. അത് വൈലോപ്പിള്ളി നിറച്ചു വെച്ചൊരു പാഠമല്ല. പക്ഷേ വൈലോപ്പിള്ളി നിറച്ചു വെച്ച പാഠത്തേക്കാൾ ഇന്ന് പ്രചരിക്കപ്പെടുന്നത് എം വിജയൻ കണ്ടെത്തിയൊരു പാഠമാണ്. അത് ഞാൻ പറഞ്ഞ കൃതിയെ നിസ്തേജമാക്കി വേറൊരു പാഠം ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ വൈലോപ്പിള്ളിയുടെ മറ്റൊരു കവിതയാണ് കാക്ക. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, പ്രൈമറി ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂരിട്ടുണ്ട് കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോടി ചീത്തകൾ കൊത്തിവലിക്കുകിലും ഏറ്റവും വൃത്തി വെടിപ്പെടുന്നോൾ കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കിലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിവോൾ. അങ്ങനെയുള്ള കാക്കയെക്കുറിച്ച് എന്തിനാണ് വൈലോപ്പിള്ളി എഴുതിയത്? മടത്ത തത്ത കുയിൽ പിറാക്കളൊക്കെ ഉണ്ട് പക്ഷികൾ. മടത്ത തത്ത കുയിൽ പിറാക്കളൊക്കെ നല്ല മനോഹരമായ പക്ഷികൾ ഇവിടെ ഉണ്ട്. ആ മനോഹരമായ പക്ഷികളെക്കുറിച്ചൊന്നും പറയാതെ എന്തിനാണ് വൈലോപ്പിള്ളി കാക്കയെക്കുറിച്ച് പറഞ്ഞത്? വൈലോപ്പിള്ളി കാക്കയെക്കുറിച്ച് പറഞ്ഞത് കറുപ്പിൻ്റെ സൗന്ദര്യത്തെ, തൊഴിലാളി വർഗത്തിൻ്റെ സൗന്ദര്യത്തെ, അധസ്ഥിതരുടെ സൗന്ദര്യത്തെ, തോട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. കറുപ്പിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന വിഖ്യാതമായ കവിതയാണ് കാക്ക. പക്ഷേ ഒരു നിരൂപകൻ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇത് കറുപ്പിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചല്ല. ഒരു കവിയുടെ അബോധത്തിൽ പുറമേ നമ്മൾ കറുപ്പിനെക്കുറിച്ച് ഉദാത്തമായി സംസാരിക്കുമെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ അബോധത്തിൽ കറുപ്പല്ലാത്തൊരു സൗന്ദര്യത്തെ നമ്മൾ താലോലിക്കുന്നുണ്ട്. ഇത് കണ്ടെത്താൻ ഒരു ക്രിട്ടിക്കിനെ കഴിയും, ഒരു വിമർശകനെ കഴിയും, ഒരു വായനക്കാരനെ കഴിയും. അപ്പോൾ അയാൾ പറയുന്നത് താമസ പിണ്ടത്തിനുള്ളിലാരോ താമരപ്പൂവു വിടർത്തി നിർത്തി എന്ന് പറഞ്ഞാണ് കവിത അവസാനിക്കുന്നത്. താമസ പിണ്ടത്തിനുള്ളിലാരോ താമരപ്പൂവു വിടർത്തി നിർത്തി എന്ന് പറഞ്ഞ് കവിത അവസാനിക്കുമ്പോൾ താമസപിണ്ഡം എന്ന് പറയാൻ എന്താണ്? കറുപ്പാണ്. തമസിൻ്റെ പിണ്ഡം, തമസിൻ്റെ ആ കട്ടിക്കകത്ത് ആരാണ് കറുപ്പല്ലാത്ത മനോഹരമായൊരു താമരപ്പൂവിനെ വിടർത്തി നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതുവരെ വൈലോപ്പിള്ളി കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞ് തലകുത്തി വീണ് കറുപ്പല്ലാത്ത വരേണ്യമായ വെളുപ്പിനെക്കുറിച്ചോ ചുവപ്പിനെക്കുറിച്ചോ പറയുന്ന ഒരു കവിതയായി നമ്മൾ ഇതുവരെ വാഴ്ത്തിയ കാക്ക മാറുന്നു എങ്കിൽ നിരൂപണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്, അത് അടുത്ത ഘട്ടത്തിലാവാം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ സെമിനാറിൻ്റെ വിഷയം മലയാളത്തിലെ സമകാലിക സാഹിത്യ നിരൂപണം എന്നാണ്. നമുക്കൊക്കെ അറിയാം, എം വിജയ മാഷിന് ശേഷം, അഴീക്കോട് മാഷിന് ശേഷം, KP അപ്പന് ശേഷം, നരേന്ദ്രപ്രസാദിന് ശേഷം, ഒരുപക്ഷെ വി രാജകൃഷ്ണന് ശേഷം മലയാളത്തിൽ നിരൂപകരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിശക്തമായി ഇന്നിവിടെ ഇരിക്കേണ്ട ഒരാളുണ്ട്, EP രാജഗോപാൽ മാഷ. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജഗോപാൽ മാഷ അതിശക്തമായിട്ട് ബാധിക്കുന്നതാണ്. സർഗാത്മക സാഹിത്യം പോലെ തന്നെ അതിശക്തമായ സാന്നിധ്യമാണ് നിരൂപണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇടയ്ക്കും തലയ്ക്കൊക്കെ സാഹിത്യത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒക്കെ അറിയാം. കാരണം സുനിൽ മാഷുണ്ട്, അതുപോലെ ഡോക്ടർ P. പൗത്രൻ മാഷുണ്ട്, അതുപോലെ ചെറുപ്പക്കാരായ രാഹുൽ രാധാകൃഷ്ണൻ, അതുപോലെ ദേവേശൻ പേര് ഉൾപ്പെടെ അതിനിടയ്ക്ക് സന്തോഷ് മാനിച്ചിരി എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് സന്തോഷ്, അങ്ങനെ ഒരുപാട് നിരൂപകർ, ഗീത ടീച്ചർ, അങ്ങനെ ഒരുപാട് നിരൂപകരുണ്ട്. അപ്പോൾ ചോദ്യം, ഇവിടെ രണ്ടുപേരോടുള്ള ചോദ്യം, മലയാളത്തിലെ സമകാലിക നിരൂപണത്തിൻ്റെ അവസ്ഥ എന്താണ്? അതിൽ രാഹുൽ സംസാരിക്കുക ഞാൻ വിചാരിക്കുന്നു. നോവൽ നിരൂപണത്തിൽ, ചെറുകഥാ നിരൂപണത്തിൽ മലയാളത്തിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വഴിയും പൊരുളും ഒക്കെ എന്താണ് എന്ന് രാഹുൽ വിശദീകരിക്കും.
നേരത്തെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതിൻ്റെ ഒരു നീട്ടിയെഴുത്ത് പോലെ തന്നെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. സമകാല സാഹിത്യം നമ്മൾ ഒരു നോവലിനെ അല്ലെങ്കിൽ ഫിക്ഷനെ നമ്മൾ ഡീൽ ചെയ്യുമ്പം അത് സ്ഥലത്തെക്കാളും കാലത്തെക്കാളും ഉപരി അത് ഉണ്ടാക്കിയെടുക്കുന്ന വേറെ തരത്തിലുള്ളൊരു സാമൂഹികമായിട്ടുള്ളൊരു ഇടമുണ്ട്. ഒരു നറേറ്റീവ് സ്പേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സോഷ്യൽ ആസ്പെക്ട്സുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ആ സോഷ്യൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് മലയാളം എന്നുള്ള ഒരു ഒറ്റ ഭാഷയിലെ ഒരു പ്രമേയത്തെ മാത്രം ആസ്പദമാക്കി വികസിച്ച് വന്നതല്ല. അപ്പം ആ സോഷ്യൽ ആസ്പെക്ട്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് മൊത്തത്തിലുള്ള സമകാല രാഷ്ട്രീയവും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ലോകരാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മളത് വായിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ അധികാരത്തിൻ്റെ പലതരത്തിലുള്ള വ്യവഹാരങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, ഏകാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കണം, തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കണം, ഫാസിസത്തെക്കുറിച്ച് സംസാരിക്കണം, ആഗോളീകരണത്തെക്കുറിച്ച് സംസാരിക്കണം. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ കുടിയേറ്റത്തെക്കുറിച്ച് സംസാരിക്കണം, അഭയാർത്ഥികളെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരുപാട് ഒരു പറ്റം ഘടകങ്ങളെല്ലാം ആ ഘടകങ്ങളുടെ പ്ലേസ്മെൻറ്റ് അതെങ്ങനെയാണ് ഒരു നോവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഒരു നിരൂപകൻ നടത്തേണ്ടത്. കാരണം നോവൽ എന്ന് പറയുന്ന ആർട്ട് ഫോം അല്ലെങ്കിൽ നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തിൻ്റെ സാധ്യത വളരെ അധികമാണ്. അപ്പം ലോകമെമ്പാടും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അപ്പം നോവലിൻ്റെ സാധ്യത, സാഹിത്യത്തിൻ്റെ സാധ്യത എന്ന് പറയുന്ന നോവലിൻ്റെ സാധ്യത എന്ന് നമുക്ക് ഒരു സമവാക്യത്തിൽ തന്നെ അധിഷ്ഠിതമാക്കി തന്നെ നമുക്ക് സാഹിത്യത്തിനെ വായിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലോകസാഹിത്യത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യുദ്ധങ്ങളെ ആസ്പദമാക്കിയുള്ള നോവലുകൾ, നമ്മൾ ക്ലാസിക്കുകൾ തൊട്ടിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ 18-ാം നൂറ്റാണ്ട് തൊട്ടുള്ള നോവലുകൾ പരിശോധിക്കുകയാണെങ്കിൽ, ടോൾസ്റ്റോയുടെ ദസ്തോവ്സ്കിയുടെ നോവൽ തൊട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം അണ്ടർ കറൻസ് എവിടെയാണ് വരുന്നത്? മനുഷ്യനിലാണ് വരുന്നത്. മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലേക്കാണത് ഊന്നുന്നത്. അപ്പം അതിനെ തുടർന്ന് 1-ാം ലോകയുദ്ധത്തെ തുടർന്നും 2-ാം ലോകയുദ്ധത്തെ തുടർന്നും അതിൻ്റെ അനുരണനങ്ങൾ ഇപ്പോഴും സാഹിത്യത്തിൽ വരുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ലോകമെമ്പാടും ഉണ്ടാകുന്ന നോവലുകൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ തവണ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം കിട്ടിയ കൈറോസ് എന്ന് പറഞ്ഞ നോവൽ ബെർലിൻ മതിൽ തകർന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് ആസ്പദമാക്കിയാണ് ജെന്നി അർപ്പൻബക്ക് എന്ന് പറഞ്ഞ എഴുത്തുകാരി എഴുതിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നോക്കുമ്പോൾ ഇപ്പം ബാനു മുഷ്താഖിനാണ് ഇത്തവണ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം കിട്ടിയത്. അപ്പോൾ അതെല്ലാം പറയുന്ന അതിൻ്റെ നോവലിൻ്റെ പ്രമേയങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന ഒരു നയമുണ്ട്, ഒരു നീതിയുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കലി ആ രാഷ്ട്രീയത്തെ നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്, അതിൻ്റെ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് എന്താണ്, അപ്പം ആരുടെ കൂടിയാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പം അത്തരത്തിലുള്ള പല കാര്യങ്ങളാണ് ഈ നോവൽ എന്ന് പറഞ്ഞ ആർട്ട് ഫോമിലൂടെ നമ്മൾ പ്രതിനിധീകരിക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നോവൽ അതിൻ്റെ അത്തരം സംഘർഷങ്ങളുടെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് നോവൽ വരുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ലോകമെമ്പാടും നമ്മൾ കാണുന്നൊരു പ്രശ്നം ഈ റെഫ്യൂജി ക്രൈസിസ് ആണ്. ഇപ്പം മൈഗ്രേഷനാണ്. ഇപ്പോൾ ഏത് ഭാഷ വേണമെങ്കിലും നമുക്ക് എടുത്തു നോക്കാം. ഏത് ഭാഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി കവിതകളും കഥകളും നോവലുകളും എല്ലാം ഈ മൈഗ്രേഷൻ ഇപ്പം മഹമ്മൂദ് ദർവേഷിൻ്റെ കവിതകൾ വെച്ച് നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഏത് പലസ്തീൻ പ്രശ്നം നോക്കുകയാണെങ്കിലും, ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ നോക്കുകയാണെങ്കിലും, റഷ്യ ഉക്രൈൻ ഇഷ്യൂ നോക്കുകയാണെങ്കിലും, പിന്നെ വെസ്റ്റ് ബംഗാൾ ഇഷ്യൂ നോക്കുകയാണെങ്കിലും, ഇപ്പോൾ ഏത് ഭാഷയിലാണെങ്കിലും, ഇപ്പം ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ വരെ ഈ ഒരു പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു നോവലാണ്. അപ്പം നമുക്ക് നേരിട്ടുള്ള യുദ്ധമോ നമുക്ക് നേരിട്ടുള്ള അഭയാർത്ഥിത്വമോ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാവനയിൽ നമ്മുടെ ഈ പ്രശ്നം വളരെ സജീവമായി നിലനിൽക്കുകയും അത് ആസ്പദമാക്കിയിട്ടുള്ള നോവലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നോവലുകൾ എന്ന് പറയുന്നത് കേവലം ഒരു കഥയായിട്ട്, ആദിമധ്യാന്ത പൊരുത്തമുള്ള ഒരു കഥയായിട്ട് നമുക്ക് ഫിക്ഷനെ നമുക്കിനിയും കാണാനാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള മാനങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അത്തരത്തിലുള്ള അഭിസംബോധനകൾ നിറഞ്ഞ പുസ്തകങ്ങളെയാണ് നമ്മൾ വായിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വിശദമായി പഠിക്കേണ്ടതെന്ന് ഞാൻ കരുതുന്നു. അതാണ് ഈ സമകാലത്ത് ഒരു നിരൂപകൻ ചെയ്യേണ്ട ഒരു ധർമ്മം. ഓക്കെ, ആ ചോദ്യം രമേശനോട് ചോദിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചോദ്യം രാഹുൽ വേറൊരു രീതിയിൽ അത് ഗംഭീരമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്.
ചോദ്യം ഇതാണ്. അതായത് കണ്ടംപററി സമകാലിക മലയാള നിരൂപണത്തിൽ, ഇപ്പോൾ കവിതാ നിരൂപണത്തിൽ ഒരുപക്ഷേ കവിതകൾ ഒരുപാടുണ്ട്, പക്ഷേ നിരൂപണം വളരെ വളരെ കുറഞ്ഞ ഒരു അന്തരം. എങ്കിലും നിരൂപണം ഉണ്ട്. ഇപ്പോൾ എം എസ് പോളിൻ്റെ ഉത്തരാധുനിക കവിത എന്ന് പറയുന്ന പുസ്തകമുണ്ട്. എൻ പ്രവാറിൻ്റെ മൗനത്തിൻ്റെ മുഴക്കങ്ങൾ എന്ന പുസ്തകമുണ്ട്, കവിതയെ സംബന്ധിച്ചാണ്. അതിൽ എൽ തോമസ് കുട്ടി മാഷെ പരിസര കവിത എന്ന് പറഞ്ഞ ഒരു നിരൂപണ പുസ്തകമുണ്ട്. അതുപോലെ ദേവേശം പേരുവിൻ തന്നെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ 3 പുസ്തകവും പുതുകവിതയെ സംബന്ധിച്ചുള്ളത്. വീരാൻകുട്ടി മാഷ സവിശേഷമായുള്ള കവിതകളെക്കുറിച്ചുള്ള പഠനങ്ങളുടെ തന്നെ സമാഹാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സമകാലികമായ കവിതാ നിരൂപണത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇവിടെ ആളുകളുടെ എണ്ണം നോക്കിയപ്പം കവിതാ നിരൂപകരായ ആളുകൾ വളരെ കുറവാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന വീരാൻകുട്ടി മാഷ് നല്ല നിരൂപകനാണ്. മാഷ് ചിലപ്പോൾ ഞാൻ എഴുതിയതിനേക്കാൾ കവിതാ നിരൂപണം എഴുതിയിട്ടുണ്ടാവാം മാഷ്. സോമൻ കളറു എനിക്ക് തോന്നുന്നു 100-ലധികം ആളുകളുടെ കവിത നിരൂപിച്ചുകൊണ്ട് അവതാരികയും പഠനവും എഴുതിയിട്ടുണ്ട്. അതിൽ കവിതാ നിരൂപണത്തിൻ്റെ ശാഖ ശക്തമാണ്. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എം എസ് പോളിൻ്റെ ഉത്തരാധുനിക കവിതകൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. പ്രഭാകരൻ മാഷുടെ കവിതയുടെ മുഴക്കങ്ങളുണ്ട്. പിന്നെ സോമൻ തന്നെ പരാമർശിക്കാതെ പോയ വളരെ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരാളുണ്ട്, അത് പ്രദീപൻ പാമ്പിരിക്കുന്നാണ്. വീരാൻകുട്ടി മാഷുടെ കവിതയുടെ തിരഞ്ഞെടുത്ത കവിതയുടെ പഠനം അതിഗംഭീരമായി എഴുതിയ പ്രദീപനാണ്. പ്രദീപൻ്റെ അപ്പം ചോദിച്ചത് മലയാള സമകാലിക കവിതയുടെ നിരൂപണത്തിൻ്റെ രീതിയെക്കുറിച്ചാണല്ലോ ചോദ്യം. അപ്പോൾ പ്രദീപൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. പ്രദീപൻ്റെ ഒരു സാമഗ്രി, നമ്മൾ കവിതയെ സാഹിത്യത്തെ സമീപിക്കാൻ ധാരാളം സാമഗ്രികൾ ഉപയോഗിച്ചാണ് കവിതയെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൃതിയെ സമീപിക്കുന്നത്. യഥാർത്ഥത്തിൽ കൃതിയെ അല്ല കേട്ടോ സമീപിക്കുന്നത്. എൻ്റെ പക്ഷം പിന്നെ കൃതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിത നിരീക്ഷണമാണ് നിരൂപണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചാണ്, കൃതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിത വിശകലനമാണ് നിരൂപണം. അത് പിന്നീട് ഒന്നുകൂടി വിശദീകരിക്കാനുള്ള കാര്യമാണ്. അതിൽ വളരെ വ്യത്യസ്തമായ എന്താണ് കൗതുകം ജനിപ്പിക്കുന്ന ധാരാളം നിരീക്ഷണം നടത്തിയ ഒരാളാണ് പ്രദീപൻ പാമ്പിരിക്കുന്നത്. പ്രദീപൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്, വളരെ രസകരമായൊരു സംഗതി. അപ്പം കടമ്മനിട്ടയുടെ കവിതയും ONV കുറുപ്പിൻ്റെ കവിതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചോദിക്കുന്നത്. അപ്പോൾ നീറായ വനത്തിന് നടുവിൽ നിൽപ്പൂ കാട്ടാളൻ എന്ന് പറഞ്ഞാൽ കടമ്മനിട്ട കവിതയും, നീറായ വനത്തിന് നടുവിൽ നിൽപ്പൂ കാട്ടാളൻ സഖീ നിൽപ്പൂ കാട്ടാളൻ എന്ന് പറഞ്ഞാൽ ONVയുടെ കവിതയുമാണ് എന്ന് പ്രദീപൻ പറയുന്നുണ്ട്. അതിൽ വളരെ ദളിതമായ ഒരു എസ്പെക്ട്സിലാണ്, ദളിതമായ ഒരു പ്രത്യയശാസ്ത്രത്തിലാണ് പ്രദീപൻ കവിതയെ നോക്കിക്കാണുന്നത്. ONVയുടെ കവിതയുടെ ഒരു വിമർശകനായിരുന്നു പ്രദീപൻ തോന്നിയിട്ടുണ്ട്. വെറുതെ ഈ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം എന്ന് ONV കുറുപ്പിൻ്റെ ഒരു വളരെ പ്രസിദ്ധമായൊരു കവിത ഉണ്ടല്ലോ, മോഹം എന്നുള്ള കവിത. വെറുതെ ഈ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഞാനിവിടെ പറയുന്നത് ശരിയാണോ അറിയില്ല, പ്രദീപൻ പറഞ്ഞത് അയാൾ കുറുപ്പായതുകൊണ്ടാണ് വെറുതെ ഈ പുഴയുടെ തീരത്തിരിക്കുന്നത്. എന്നെപ്പോലെ ഒരു ദളിതനായിരുന്നെങ്കിൽ ഞാൻ കൈതോല വെട്ടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു കവിതയ്ക്കകത്ത് ഒരു വാക്ക് വലിയ പ്രശ്നമാണ്. ഇത് പുതിയ കവികളൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന, വാക്കിനെ നേരത്തെ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. IP രാജഗോപാലകൃഷ്ണൻ ഇവിടെ വരേണ്ടതായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു സംഗതി വാക്കുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ വാക്കിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു സംഗതി വെച്ചാൽ വാക്കുകളാൽ വാക്കും വസ്തുക്കളും എന്ന് പറഞ്ഞിട്ട് B രാജഗോപാലകൃഷ്ണൻ്റെ പുസ്തകമുണ്ട്, വളരെ ശ്രദ്ധേയമായി നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകം, വാക്കും വസ്തുക്കളും. വാക്കിൻ്റെ പ്രശ്നം എന്താണ്, അല്ല വസ്തുക്കളുടെ പ്രശ്നം എന്താണ്? വസ്തു എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. വസ്തു എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. ഇവിടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മേശ എന്നൊക്കെ വാക്കിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് വസ്തുവെങ്കിൽ വാക്ക് ഒന്നിൻ്റെ റിഫ്ലക്ഷൻ അല്ല. അത് വളരെ ഡീറ്റെയിൽഡായി പറയണം. വിശേഷിച്ച് കവിതയിൽ വരുന്നൊരു വാക്ക് വളരെ വ്യത്യസ്തമാണ്. കവിതയിൽ എന്താണ് സ്നേഹം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ എന്താണ് സ്നേഹം എന്ന് പറഞ്ഞാൽ? സ്നേഹം എന്ന് പറഞ്ഞാൽ വഞ്ചനയല്ല. പക്ഷേ കവിതയിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്രൂരതയാവും. സ്നേഹം ഈ കാണുന്നതൊന്നുമല്ല, കാട്ടുപന്നിയെ വേട്ടയാടാൻ വേടൻ കൂർപ്പിച്ച അമ്പിലെവിടെയോ ആണത് എന്ന് പറയുമ്പോൾ സ്നേഹം നമുക്ക് ക്രൂരതയല്ല. സാഹിത്യത്തിൽ ഇങ്ങനെ വാക്കുകൾ കടന്നു വരും. ഒരു വാക്ക് തന്നെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിൽ വരും. ഈ വാക്കിൻ്റെ സവിശേഷതയെ ഈ പുതിയ നിരൂപണം നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. IP രാജഗോപാലൻ മാഷ് ഇവിടെ ഉണ്ടായെന്ന് പറയുമായിരുന്നു. അങ്കിൾ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടാക്കിയ വലിയ കുഴപ്പമുണ്ട് നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അങ്കിൾ എന്ന് പറഞ്ഞൊരു വാക്ക് വല്ലാണ്ട് കുഴപ്പമുണ്ടാക്കി. അങ്കിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അമ്മാവൻ എന്നാണ്, മാമൻ എന്നാണ്. മാമൻ എല്ലാവരെയും വിളിക്കും. മാമൻ കുറേ ആളുകൾ അവിടെ ഒരു സഹോദരനെ ഒരച്ഛൻ്റെ സഹോദരനെ ഞങ്ങളുടെ നാട്ടിൽ എന്താണ് ഇളയച്ഛൻ, വല്യച്ഛൻ എന്നൊക്കെയാണ് വിളിക്കുക.
പക്ഷേ പുറത്ത് പോയി പഠിച്ചൊരു കുട്ടി അച്ഛൻ്റെ സഹോദരനെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ വിളിക്കാറുണ്ടല്ലോ, അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ അങ്ങനെയാണ്, അങ്കിൾ എന്ന് വിളിക്കും. അങ്കിളുടെ മകളെ വിവാഹം കഴിക്കുക. അച്ഛൻ്റെ സഹോദരൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പറ്റില്ല, പക്ഷേ അങ്കിളുടെ മകളെ വിവാഹം കഴിക്കുക. അങ്കിളുടെ മകളെ വിവാഹം കഴിക്കാം എന്നുള്ളത് കൊണ്ട് ഇയാൾക്ക് വലിയച്ഛനോ ഇളയച്ഛനോ ഇല്ല കേട്ടോ, ഇയാൾക്ക് അങ്കിളേ ഉള്ളൂ. ഒരു വാക്കുണ്ടാക്കുന്ന കുഴപ്പങ്ങളെ പറഞ്ഞു, ഇയാൾക്ക് അങ്കിളേ ഉള്ളൂ. എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ അച്ഛൻ്റെ സഹോദരൻ്റെ മകളെ പ്രണയിച്ചു. വലിയ പ്രശ്നമായി. വിവാഹം കഴിച്ച് അയാൾ വല്ലാതെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു. ഇതുണ്ടാക്കിയ എന്താണ്? ഇയാൾക്ക് അങ്കിളാണ്. അങ്കിളിൻ്റെ മകളെ വിവാഹം കഴിക്കാം, വല്യച്ഛൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പറ്റില്ല, ഇളയച്ഛൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പം വാക്ക് എന്ന് പറഞ്ഞാൽ വെറും വാക്കല്ല, വാക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാധനമാണ്. ദെലിയോസ് ഗട്ടാരി ഇത് പറയുന്നുണ്ട്, വാക്ക് എന്താണ്, വേർഡ് ഈസ് ആൻ ആക്ഷൻ എന്നാണ്. വാക്കൊരു ആക്ഷനാണ്. ആ നിലയിൽ വളരെ സൂക്ഷ്മമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പുതിയ നിരൂപകർ ഈ കവിതയ്ക്കകത്ത്. അപ്പം മഞ്ചേശ്വരം, ഇപ്പോഴും കർണാടക മഞ്ചേശ്വരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേരളത്തിൽ, അതിന് മഞ്ചേശ്വർ എന്നും പറയും. കർണാടകത്തിലുള്ളവർ പറയുന്നത് മഞ്ചേശ്വർ എന്ന് പറയുന്നതാണ്, അവിടെ ഉള്ളവർ പറയുന്നത് മഞ്ചേശ്വരം എന്നാണ്. പക്ഷേ EP എന്നെക്കുറിച്ച് പറയുന്നത് മഞ്ചേശ്വർ ആണെങ്കിലും മഞ്ചേശ്വരം ആണെങ്കിലും തുല്യമായ പതിവും വാക്കുകൾക്ക് മേൽക്കീഴ് ബന്ധങ്ങളില്ല. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രൗഢിയാണ്. മാതാവേ എനിക്ക് ജലം തന്നാലും എന്ന് പറഞ്ഞിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മനാടിൽ ബഷീറിൻ്റെ അനുജൻ അബ്ദുൽ ഖാദർ പോയിട്ട് ഉമ്മയോട് പറയണ്ടല്ലോ, മാതാവേ എനിക്ക് ജലം തന്നാലും. അപ്പോൾ ഉമ്മ പറയണേ, എന്ത് വിളിക്കുമ്പോഴാണ് നീ ചോദിക്കുന്നത്, ഇനി എന്ത് വിളിക്കുമ്പോഴാ ഉമ്മച്ചി എങ്കിൽ ഇത്തിരി വെള്ളം കടിക്കുന്നു എന്നല്ല പറഞ്ഞ ചക്കൻ മാഷായ സമയത്ത് മാതാവേ എനിക്ക് ജലം തന്നാലും എന്ന് പറയുന്നു. അന്ന് ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കേണ്ട ആ തരത്തിൽ ഭാഷയെ വളരെ സൂക്ഷ്മമായി, ഭാഷ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വാക്കുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പുതിയ നിരൂപകർ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രഭാര മാഷാണ്, ഞാൻ അതുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. പ്രഭാര മാഷാണ് ഒരിടത്തിൽ മലയാളത്തിൽ KR ടോണി എന്ന് പറഞ്ഞ നിരൂപകനെ ഒരു കവിയെ നമുക്ക് പരിചയപ്പെടുത്തിയത്. KR ടോണി എന്ന് പറഞ്ഞ ഒരു കവി ഒരിടത്തിൽ മാഷ് പറയുന്നുണ്ട്, കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം അത്രയേറെ വളരെ സറ്റയറായ, വളരെ തീക്ഷ്ണമായ സറ്റയർ ഉപയോഗിക്കുന്ന ഒരാൾ KR ടോണിയാണ്. ടോണിയുടെ കുറേ കവിതകളുണ്ട്. അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ അനുഭവം, നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളുടെ വല്ലാത്തൊരു മാറ്റമുണ്ട്. ഒരു അനുഭവം, ഇതൊക്കെ പ്രഭാര മാഷ് പറയുമ്പോഴാണ് ഇതിനൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അതാണ് ഒരു നിരൂപകൻ്റെ ഒരു കർത്തവ്യം കൂടി. അതാണ് കേരളത്തിലെ മാറിയിരിക്കുന്ന അനുഭവ പരിസരത്തെ എങ്ങനെയാണ് KR ടോണി അങ്കനം ചെയ്യുന്നത് എന്നുള്ളതാണ്. പുതിയ കവികൾക്ക് അനുഭവമില്ല എന്നാണല്ലോ പറയുന്നത്. ഞാൻ അനുഭവം തേടി നടന്നു. അങ്ങനെ കടപ്പുറത്തിരിക്കുമ്പോൾ അതാ മുല തള്ളി ചന്തി ഉന്തി ഒരു അനുഭവം നടന്നു വരുന്നു. ഞാനത് നോക്കി നിന്നു. പിന്നീട് ഞാൻ അനുഭവത്തിൻ്റെ പിന്നാലെ പോയി. പിന്നീടുണ്ടായ അനുഭവം പറയേണ്ടതില്ല എന്നാണ്. അപ്പം കേരളത്തിൽ അനുഭവങ്ങളിൽ വന്ന മാറ്റം, അനുഭവം എന്നൊരു ഷിഫ്റ്റ്, അനുഭവം തന്നെ പ്രശ്നവൽക്കരിക്കപ്പെടുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് മലയാള കവിതയിൽ ഉണ്ടായത്? ഒരർത്ഥത്തിൽ കവിതയല്ല നിരീക്ഷിക്കുന്നത്, കേരളത്തിൻ്റെ ജീവിതത്തിൻ്റെയാണ് അത് നിരീക്ഷിക്കുന്നത്. ആ തരത്തിൽ വിമർശനം വളരെ സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മമായ തരത്തിലേക്ക് നേരത്തെയുള്ള ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐഡിയോളജി വെച്ചല്ലാതെ സൂക്ഷ്മമായ ജീവിത നിരീക്ഷണത്തിലുള്ള ഉപാധിയായി പുതിയ കവികൾ പുതിയ നിരൂപകർ കവിതയെ വായിക്കുന്നുണ്ട്. ആ തരത്തിൽ നിരൂപണം വളരെ സജീവമാണ്. PK രാജശേഖരൻ്റെ വാക്കിൻ്റെ മൂന്നാം കര എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ട് അമ്പരന്ന് പോയ ഒരാളാണ് ഞാൻ. ഒടുക്കമില്ലാത്ത പുതിയ തുടക്കങ്ങളുടെ ചിന്ത ആ പുസ്തകത്തിൽ, ഒരുപക്ഷെ അതിന് ശേഷം വന്ന PK രാജശേഖരൻ്റെ പുസ്തകത്തിൽ അത്രയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം പിന്നെ ഡോക്ടർ P പവിത്രൻ്റെ ആധുനികതയുടെ കുറ്റസമ്മതം എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ക്രിറ്റിസിസം എന്ന് മാറിയിട്ട് വിമർശം, അതായത് നിലവിലുള്ള അറിവുകളൊക്കെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ വിമർശനമൊക്കെ വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ വായിച്ച അതിഗംഭീരമായൊരു പുസ്തകമാണ് രാഹുൽ രാധാകൃഷ്ണൻ്റെ ഉയിർ ഭൂപടം. അത് ഈ പറയുന്ന പോലെ ഒടുക്കമില്ലാത്ത പുതിയ തുടക്കങ്ങളുടെ ചിന്ത അതിശക്തമായിട്ടല്ല അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെഷനിലെ ചോദ്യം എന്താ വെച്ചാൽ, രാഹുൽ തുടങ്ങാം. സ്വന്തം നിരൂപണത്തെ ആ ഒരു കൃതി തന്നെ ബേസ് ചെയ്തുകൊണ്ട് മലയാളത്തിലെ ചെറുകഥാകൃത്തുക്കളോട്, മലയാളത്തിലെ നോവലിസ്റ്റുകളോട്, ലോക സാഹിത്യം വായിക്കുന്ന ഒരാൾ, രാഹുലിനോട് ഭയങ്കര അസൂയ തോന്നുന്നു. നേരിട്ടൊന്നും അങ്ങനെയൊന്നും വായിക്കാൻ, ലോക സാഹിത്യം നേരിട്ട് വായിക്കാൻ പറ്റാത്തതിൻ്റെ വ്യാധിയും ആദിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ വളരെ ആരാധനയോടുകൂടി രാഹുലിനെ നോക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലേക്ക് ഞാൻ പോകുന്ന എപ്പോഴെങ്കിലും ഒരു സ്റ്റാഗ്നൻ്റായ അവസ്ഥ വരുന്നേരോ രാഹുലിൻ്റെ ഫേസ്ബുക്കിൽ കുറച്ചെങ്കിലും, ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിലുണ്ട്, മാധ്യമത്തിലുണ്ട്, മാതൃഭൂമിയിലുണ്ട്, എൻ്റെ ലേഖനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ അമ്പരപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഉയിർ ഭൂപടത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രാഹുൽ എന്താണ് മലയാളത്തിലെ നോവലിസ്റ്റുകളോട്, മലയാളത്തിലെ വായനക്കാരോട്, മലയാളത്തിലെ സാഹിത്യ ഭാവുത്വത്തോട്
ആ ലേഖനത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് രാഹുൽ പറയുന്നത്? ഞാൻ ഉയിർഭൂപടങ്ങൾ എന്നുള്ള ആ പേര് കോയിൻ ചെയ്യുന്നത് തന്നെ ഒരു 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 സ്പേസ് എന്നുള്ളൊരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ഒരു ഇടം എന്നുള്ളൊരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ ഇടം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നത് നമ്മൾ അതിന് സ്ഥലകാലം എന്നേക്കാൾ അപ്പുറത്തേക്കായിട്ട് ആ ഒരു ഇടത്തിൽ ഇപ്പം നമ്മൾ ബോറസിൻ്റെ ഒരു കഥയുണ്ട്, ആലെഫ് എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. അപ്പോൾ ആ കഥ വായിച്ചാൽ അറിയാൻ പറ്റും. ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്പേസിൽ നടക്കുന്ന പലതരത്തിലുള്ള റിയാലിറ്റിയും അല്ലെങ്കിൽ ഇമാജിനേഷനും ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ആ ഒരു ഇതിനകത്ത് കിടക്കുന്നത്. ഒരു ഹൈപ്പർ സ്പേസ് ഒക്കെ പോലെ ബോധരി അതൊക്കെ പറഞ്ഞ പോലെ ഒരു ഹൈപ്പർ സ്പേസ് ആണ്. ആ ഹൈപ്പർ സ്പേസിനകത്ത് പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളും പലതരത്തിലുള്ള സംഘർഷങ്ങളും പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഇപ്പം അതാണ് ഞാൻ നേരത്തെ ഉദാഹരണമായിട്ട് ഇട്ടിക്കോരയുടെ കാര്യം പറഞ്ഞത്. ഇട്ടിക്കോരയിൽ ഒരു സ്പേസ്, ഇട്ടിക്കോരയിൽ കുന്നംകുളം ഉള്ള ഒരു സ്പേസിലുണ്ടാവുന്ന ക്രയവിക്രയങ്ങൾ, അതിനകത്തുണ്ടാവുന്ന പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ഒരു നോവലിനെ മുന്നോട്ട് നീക്കുന്നത് എന്നതിൻ്റെ ഒരു പഠനമായിട്ടാണ് ഞാനത് വെച്ചത്. അപ്പം അത്തരത്തിൽ ഒരു പുതിയ ഇടം ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ ഇടം ക്രിയേറ്റഡ് ആവുമ്പം ആ പുതിയ ഇടത്തിൽ ആ പുതിയ ഇടത്തിലെ വ്യവഹാരങ്ങൾ ആരാണ് ആ വ്യവഹാരങ്ങൾ നിയന്ത്രിക്കുന്നത്, സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യവഹാരങ്ങളെ ബാധിക്കുന്നത് ആരെയാണ്? അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ രണ്ട് വിഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അധികാരം കൈയാളുന്നവരും അല്ലെങ്കിൽ അധികാരത്തിന് എതിരെ ചേർത്ത് നിൽക്കുന്നവരും. അപ്പോൾ അങ്ങനെ അധികാരത്തിൻ്റെ അധികാരം എന്നുള്ള നമുക്കിപ്പം ഏകാധിപത്യത്തിൻ്റെ ഒരുപാട് നോവലുകൾ നമ്മൾ വളരെ പണ്ട് മുതലേ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പല ഭാഷകളിലായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഈ പുതിയ ഒരു കൃത്യമായി നമ്മളൊരു കലണ്ടർ സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2000-ൽ ഈ നൂറ്റാണ്ടിൽ 21ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന മലയാള സാഹിത്യത്തിന് ഉണ്ടാവുന്ന മാറ്റങ്ങളെ അല്ലെങ്കിൽ ഉണ്ടാവുന്ന പുതിയ ട്രെൻഡ്സിനെ വിശകലനം ചെയ്യുക എന്നാണ് ഞാൻ ആ പുസ്തകം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് കഥകളെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആഗോളീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പുസ്തകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് പ്രഭാരം മാഷ്ട കഥകളാണ്. ഇപ്പോൾ ആഗോളീകരണത്തെ നമ്മൾ പ്രഭാരം മാഷ്ട തീവ്രതകളും കൊണ്ട് പിന്നെ ഒരുപാട് കഥകളുമുണ്ട്. അപ്പോൾ പ്രഭാരം മാഷ്ട കഥകളും എല്ലാം സംഭവിക്കുന്ന ഒരു ഗ്ലോബലൈസേഷൻ്റെ ഒരു ആഫ്റ്റർ മാത്ത് ഓഫ് ഗ്ലോബലൈസേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ ഒരു ചെറിയ കേരളം പോലത്തെ ഒരു സമൂഹത്തിൽ ഒരു കൺസ്യൂമർ സ്പേസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനകത്ത് അധികാരവും ആഗോളീകരണവും കൂടെ ചേർന്നിട്ടുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു പഠനം. അതുപോലെ മറ്റു പല പുസ്തകങ്ങൾ. ഇപ്പോൾ അധികാരം പല സ്പേസുകളിലേക്ക് വരുന്നതിൻ്റെ ഉദാഹരണങ്ങൾ, ഇപ്പം അതിനകത്ത് ഫാസിസം കടന്നു വരുന്നതിൻ്റെ ഉദാഹരണങ്ങൾ. ഇപ്പോൾ ഫാസിസം കടന്നു വരുന്നതിൻ്റെ ഉദാഹരണമായിട്ട് ചുവന്ന ബാഡ്ജ് എന്ന് പറഞ്ഞ നോവലിനെ പറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ മലയാളത്തിൽ അധികം ഡിസ്കസ് ചെയ്യപ്പെടാതെ പോയൊരു പുസ്തകമാണ് രാജേഷ് ആർ വർമ്മയുടെ ചുവന്ന ബാഡ്ജ് എന്ന് പറഞ്ഞ നോവൽ. അപ്പോൾ അത് വേറെ തരത്തിലുള്ള ഒരു ബദൽ ചരിത്രം ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബദൽ ചരിത്രം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അധികാരം എങ്ങനെയാണ് ജനങ്ങളെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ തരത്തിലുള്ള ചരിത്രം നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു സമകാല രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്ത് നമുക്ക് വായിക്കാനും അതിവായന നടത്താനും പറ്റുന്നൊരു പുസ്തകമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പം പുതിയ അധികാര സമവാക്യങ്ങൾ കടന്നു വരുന്നു, പുതിയ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ പുതിയ ലോകങ്ങൾക്ക് വേണ്ടിയിട്ട് ചരിത്രം മാറ്റി എഴുതപ്പെടുന്നു, അല്ലെങ്കിൽ ബദൽ വ്യാഖ്യാനങ്ങൾ വരുന്നു. അപ്പം അങ്ങനത്തെ അത്തരത്തിലുള്ളൊരു ബാഹ്യലോകത്തിൻ്റെ ഘടനയായിട്ട് എഴുത്തിൻ്റെ ഭാഷ മാറുന്നു. അപ്പോൾ അങ്ങനെ ആ ഭാഷയെ അപ്പം നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്, പുതിയ എഴുത്തുകാരെങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്, അപ്പോൾ അവരെ അതിന് സഹായിക്കുന്നതായിട്ടുള്ള ടൂൾസ് എന്താണ്, അപ്പോൾ അവരിപ്പോൾ എന്താണ് അവർ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ പണ്ട് ഒരിടത്തൊരിടത്തെന്ന് പറഞ്ഞൊരു തുടങ്ങുന്ന രീതിയിലുള്ളൊരു കഥാസങ്കല്പം എഴുത്തുകാരെ ഇനിയുള്ള കാലം സഹായിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ കണ്ണു തുറന്നുകൊണ്ട് തന്നെ അവർ ചുറ്റുപാടുള്ള പ്രതിസന്ധികളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് അവർ അഡ്രസ്സ് ചെയ്യുന്ന വിധം എങ്ങനെയാവണം എന്നത് മനസ്സിലാക്കുന്ന വിധത്തിൽ അതിനകത്തെ നോവലുകളും കഥകളും പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ
വേറെ ചില ഈ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നറേറ്റീവ് സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ചില നേരത്തെ ഡിസ്കസ് ചെയ്യപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതിനെ മലയാളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് സോജ എന്ന് പറഞ്ഞ ഒരു ജോഗ്രഫറിൻ്റെ ഒരു തേർഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പം വെച്ചിട്ടാണ് ഞാനത് നോക്കിക്കണ്ടത്. അപ്പം പറഞ്ഞു വന്നത് പുതിയ നറേറ്റീവ് സ്പേസസ് ക്രിയേറ്റ് ചെയ്യുക. പുതിയ നറേറ്റീവ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വിഷൻ എന്താണെന്ന് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിന് സാമൂഹികത്വവും എന്താണ് പറയുക, അതിനൊരു സോഷ്യൽ പൊളിറ്റിക്കൽ എക്കോളജി, അത് പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ. അപ്പോൾ അതിനകത്ത് ഞാൻ അംബികസം മാങ്ങാടിൻ്റെ നീരാളി എന്ന് പറഞ്ഞ കഥയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്നൊരു പുതിയ തരത്തിലുള്ള ലോകം മാറുന്നു, പുതിയ വംശനാശം വരുന്നു, മനുഷ്യർക്ക് വംശനാശം വരുന്നു, മൊത്തത്തിൽ പ്രകൃതിയുടെ അവസ്ഥ മാറുന്നു, ആന്ത്രോപോസീൻ യുഗം, മനുഷ്യനാശത്തിൻ്റെ ഒരു യുഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലം. അങ്ങനെ പലതരത്തിലുള്ള ഒരു മൾട്ടിപ്പിളായിട്ടുള്ള പലതരത്തിലുള്ള ആസ്പെക്ട്സ് വെച്ചുകൊണ്ട് അതിനെ സാഹിത്യം, പൊതുവെ മലയാള സാഹിത്യം എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യാൻ മലയാള സാഹിത്യം ശ്രമിക്കുന്നുണ്ടോ എന്നൊരു അന്വേഷണമായിരുന്നു ആ പുസ്തകം. താങ്ക് യു രാഹുൽ. ആധുനികതയുടെ ഘട്ടത്തിൽ ആ കവികൾക്കുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ വെച്ചാൽ കൂടെ ഗംഭീരമായ നിരൂപകരുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നരേന്ദ്രപ്രസാദും പ്രസന്നരാജൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മാത്രമല്ല, കവികളെന്ന് തന്നെ ഗംഭീര നിരൂപകരാണ്. കാരണം സച്ചിദാനന്ദൻ കവിത എഴുതും, നിരൂപണം. അയ്യപ്പണിക്കർ കവിത എഴുതും, അതിശക്തമായ ട്രാൻസ്ലേഷൻ വഴിക്കും, അതല്ലാതെ തന്നെ കവിതാ നിരൂപണമായിട്ട് അതിങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടും. പക്ഷേ പുതിയ കാലത്ത് ഒരു ആദി എന്ന് പറയുന്നത് നമുക്ക് പുതിയ നിരൂപകർ താരതമ്യേന കുറവാണ്. നമുക്ക് കുറച്ച് ആളുകൾ വി.യു. സുരേന്ദ്രൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെ ഡോക്ടർ പി. സുരേഷ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കവിതയെപ്പറ്റി തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആ ജനുസിൽപ്പെട്ട ഒരാൾ പ്രിയപ്പെട്ട ദേവേശൻ പേരൂരാണ്. അദ്ദേഹത്തിൻ്റെ എസ്റ്റോസിനെ മാത്രം കേന്ദ്രീകരിച്ച് ഒച്ചയിൽ വരയ്ക്കുന്ന വെളിച്ചങ്ങൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതുപോലെ തന്നെ പുതുകാലം പുതുകവിത, വീരാൻകുട്ടി മാഷെ കവിത ഉൾപ്പെടെയുള്ള പുതിയ കാലത്തെ കവികളൊക്കെ ചേർത്ത് 90കളിൽ ശേഷം ഉണ്ടായ കവികളുണ്ട്. അതോടൊപ്പം തന്നെ മൺതരിയും വൻകരയും എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞില്ല 100-300 പേജുള്ള പുസ്തകത്തിൽ ഏറ്റവും പുതിയ സൈബർ കവികളെ, ഏറ്റവും പുതിയ ന്യൂ ജനറേഷൻ മീഡിയയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾ വരെ സ്പർശിച്ചുകൊണ്ട്, ഏറ്റവും പുതിയ കവികളെ സ്പർശിച്ചുകൊണ്ടുള്ള ഗംഭീരമായ പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകത്തിലൂടെയൊക്കെ ദേവേശൻ പുതിയ കവിതയെ എങ്ങനെ അടയാളപ്പെടുത്തും? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്, പുതിയ കവിതയല്ല ഞാൻ പരിശോധിക്കുന്നത്, പുതിയ കവിതയെ മുൻനിർത്തിയുള്ള കേരളത്തിൻ്റെ ജീവിതത്തെയാണ് ഞാൻ പരിശോധിക്കുന്നത്. ആ നിലയിൽ പിന്നെ കേസരി പറയുന്നുണ്ട്, എന്താണ് പറയുന്നത് വെച്ചാൽ, എൻ്റെ ആവിർഭവിക്കാൻ പോകുന്ന നവലോകത്തിന് കലയ്ക്കും സാഹിത്യത്തിനും കുറച്ച് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കലയും സാഹിത്യവും എന്നുള്ളത് നേരത്തെയുള്ള സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, അത് മേൽപ്പുര, അടിത്തറ സാമ്പത്തികം, കലയും സാഹിത്യവും മേൽപ്പുരയാണ്, റിഫ്ലക്ഷനാണെന്നുള്ളൊരു ധാരണ നമുക്ക് നേരത്തെയുണ്ട്. മറിച്ച് കലയും സാഹിത്യവും എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ടാണ്, അത് നിർമ്മാണാത്മകമാണ് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ആ നിലയിൽ പുതിയ ജീവിതത്തെ നിർമ്മിക്കുന്നതിൽ പുതിയ കവിത എത്രമാത്രം ഉൾച്ചേരുന്നു എന്ന നിലയാണ് ഞാൻ വായിക്കാൻ ശ്രമിച്ചത്. ആ നിലയിൽ എല്ലാ ടൂളും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ മാർക്സിയൻ ദർശനത്തിൻ്റെ എനിക്കാവുന്ന, ഇത് എല്ലാം നമ്മൾ പഠിച്ചിട്ടല്ല, ആവുന്ന വിധത്തിൽ മാർക്സിയൻ ദർശനത്തെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഹെഗലിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ പിന്നെ വിഗസ്റ്റൈൻ്റെ ഭാഷാ സിദ്ധാന്തത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ നിലയിൽ ഒരു സമഗ്രമായ ഒരു കൃതിയെ സമീപിക്കാനുള്ള സാമഗ്രികൾ സജ്ജമാക്കാനുള്ള ഒരു എളിയ ശ്രമം. ഇത് സമഗ്രത ഒന്നും സംഗതിയില്ല. എത്ര കൂരിയാലും പിന്നെയും അവശേഷിക്കുന്നതാണ് പിന്നെ രചനകൾ എന്നുള്ളത്. എത്ര വായിച്ചാലും അവശേഷിക്കും പിന്നെയും. അതുകൊണ്ട് സമഗ്രമായ ഒരു കൃതിയെ വായിക്കാനുള്ള ഒരു ടൂൾ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഏറെക്കുറെ അതിനുള്ളൊരു ശ്രമം ഇപ്പോൾ ഇ.പി. രാജഗോപാലൻ മാഷ് ഇപ്പം പറയുന്നുണ്ട്, എം.ടിയുടെ നോവലുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, എം.ടിയുടെ നോവലുകൾ നിറയെ വെള്ളമുണ്ട്, കൂടല്ലൂർ അവിടെ ഒരു പുഴയുണ്ട്, അപ്പുറത്ത് കടലുണ്ട്, അതുകൊണ്ട് എം.ടിയുടെ നോവലിൽ നിറയെ വെള്ളമുണ്ട്. അതാണ് ഈ ഭ്രാന്തൻ വേലായുധനെ കുളിപ്പിക്കാൻ വേണ്ടി ബക്കറ്റിൽ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെക്കുന്നുണ്ട്. ആ വെള്ളം വെച്ചിട്ട് വേലായുധനെ കുളിപ്പിക്കാൻ ഒരാൾ ചുമതലപ്പെടുത്തിൻ്റെ ആ ഒരു വലിയ വട്ടയിൽ ഇങ്ങനെ വെള്ളം വെക്കുന്നുണ്ട്. ആ വെള്ളം ഭ്രാന്തൻ വേലായുധൻ ഇങ്ങനെ മുക്കി ഇങ്ങനെ പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ആ പുറത്തേക്ക് ഒഴുക്കുന്നത് തളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ, തളം കെട്ടിക്കിടക്കുന്ന ഫ്യൂഡലിസ്റ്റിൻ്റെ വെള്ളമാണെന്നും പുഴയാണ് യഥാർത്ഥ ജീവിതം എന്നുള്ള ചില രൂപങ്ങൾ ഒക്കെ മാഷ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തോടെ നോക്കുമ്പോൾ നമുക്ക് കൃതിയുടെ ഒരു ഭാഗം മാത്രമേ കാണാൻ കഴിയൂ. മറിച്ച് അതിനെ സമഗ്രമായി ദർശിക്കാനുള്ള ചില രീതികൾ സ്വീകരിക്കാൻ ആണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചത്. ആ നിലയിൽ ഞാൻ വായിച്ച ഒരു കവിതയെ അവിടെ പരിചയപ്പെടുത്തി ഈ സെഷൻ, ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുന്നത്. ഒന്ന് ജോസഫിൻ്റെ വീടും നമ്മളും എന്നുള്ള കവിതയുണ്ട്. 8 വരെയുള്ള കവിതയാണ്. വീട്ടിൽ ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന കവിത കേട്ടോ. വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം എന്നുള്ള സംസ്കൃതമൊന്നും ഇതിനകത്തില്ല. വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെടുന്നു. 1ാമത്തെ വരിയാണ്, വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെടുന്നു.
രണ്ടാമത്തെ വരി തിരിച്ചെത്തുന്നു. മൂന്നാമത്തത് വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെടുന്നു, തിരിച്ചെത്തുന്നില്ല. വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെടുന്നു, വീടും എങ്ങോട്ടോ പുറപ്പെടുന്നു. വീട്ടിലേക്ക് നാം തിരിച്ചെത്തുന്നു, വീടവിടെ കാണാനില്ല. പോകെ പോകെ വീട് തേടി നാം നടക്കുന്നു, പോകെ പോകെ വീട് നമ്മെ തേടി നടക്കുന്നു. ഈ 4 വളരെ ലളിതമായ 8 വരി. നിങ്ങൾക്ക് ആർക്കും അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറയല്ല. ഇത് പെട്ടെന്ന് നമുക്ക് ഒരു അർത്ഥവും നോക്കാതെ, ഒരു ഡിക്ഷണറി നോക്കാതെ മനസ്സിലാക്കേണ്ട ഒരു കവിതയാണ്. പക്ഷേ അതെങ്ങനെ എത്ര ശക്തമായിട്ടാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെടുന്നു. കേരളത്തിൻ്റെ മധ്യവർഗിക്കപ്പെട്ട ഒരു സമയമുണ്ടല്ലോ അല്ലേ? കേരളത്തിലെ മധ്യവർഗവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു, തിരിച്ചെത്തുന്നു, വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു, വീട്ടിൽ നിന്ന് പുറപ്പെടുക, ജോലി ചെയ്യുക, മാർക്കറ്റിൽ പോവുക, തിരിച്ചു വരിക. വീടും ഒരു സ്വർഗ്ഗലോകമാണ്, ഒരു ത്രിശങ്കു സ്വർഗ്ഗമായി മാറിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പോവുക, വീട്ടിൽ നിന്ന് തിരിച്ചു വരിക, വീട്ടിൽ നിന്ന് പോവുക, വീട്ടിൽ നിന്ന് തിരിച്ചു വരിക. ഇതാണ് കേരളത്തിൻ്റെ ഒരു മുഖം. എന്നാൽ വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെടുന്നു, തിരിച്ചെത്തുന്നു. വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെടുന്നു. സൗമ്യ തിരിച്ചെത്തിയിട്ടില്ല, ചന്ദ്രശേഖരൻ തിരിച്ചെത്തിയിട്ടില്ല, ധീരജ് തിരിച്ചെത്തിയിട്ടില്ല. തിരിച്ചെത്താത്ത അനേകായിരം കുട്ടികൾ, രാഷ്ട്രീയമായ കൊലപാതകങ്ങൾ. അപ്പോൾ ഞാനിതൊരു ക്യാമ്പിൽ പറഞ്ഞ സമയത്ത് കുട്ടികൾ പറഞ്ഞു, സർ അതല്ല, വീട്ടിലെല്ലാവരും പുറപ്പെടുന്നു, തിരിച്ചെത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കനഡയിലേക്ക് പോകുന്നു, യൂറോപ്പിലേക്ക് പോകുന്നു, ഞങ്ങൾ തിരിച്ചെത്തുന്നില്ല. പുതിയ കവിത, പുതിയ വ്യാഖ്യാനം, ജീവിതത്തിൻ്റെ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നു. വീട്ടിലെല്ലാവരും പുറപ്പെടുന്നു, തിരിച്ചെത്തുന്നു. ഒരു മുഖമാണ് കേരളത്തിൻ്റെ. വീട്ടിലെല്ലാവരും പുറപ്പെടുന്നു, തിരിച്ചെത്തുന്നില്ല. മറ്റൊരു മുഖമാണ് വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെടുന്നു, എന്നിട്ട് വീടും എങ്ങോട്ടോ പുറപ്പെടും. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, കേരളത്തിലെ മധ്യവർഗ കുടുംബത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീടിൻ്റെ മുറ്റത്ത് നിന്ന് നിങ്ങൾ വീടൊന്ന് തിരിഞ്ഞു നോക്കൂ. കണ്ണെഴുതി പൊട്ട് തൊട്ട് സാരി ചുറ്റി അതിമനോഹരമായ കമനീയമായി വീടും എങ്ങോട്ടോ പുറപ്പെട്ടു പോവുകയാണോ എന്ന് തോന്നുന്നു. നമ്മളെ ആഡംബരത്തിൻ്റെ സംഗതിയാണ്. വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെടുന്നു, വീടും എങ്ങോട്ടോ പുറപ്പെടുന്നു. പിന്നെ അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു, വീടെവിടെ കാണാനില്ല. വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു, പോകുന്ന സമയത്ത് വീടുണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ കേരളയിൽ വന്നു പോയിട്ട് വീട് പോയിട്ടുണ്ട്, ദേശീയപാത വന്നപ്പോൾ വീട് പോയിട്ടുണ്ട്, ഏതോ വികസന പ്രവർത്തനം നടന്നിട്ട് വീട് പോയിട്ടുണ്ട്, വീട് കാണാനില്ല. പോകെ പോകെ വീട് തേടി നാം നടക്കുന്നു. വീട് തേടി നടക്കുന്ന അനേകായിരം മനുഷ്യരുണ്ട് കേരളത്തിൽ. വീട് നമ്മെ തേടി നടക്കുന്നു. ഇതാ വലിയ വീട് കെട്ടിയിട്ട് കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പ്, വലിയ 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 വീടുണ്ടാക്കുന്ന വലിയ കമ്പനികൾ വീട് കെട്ടിയിട്ട് വരൂ 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 എന്ന് വീട്ടിലേക്ക് വിളിക്കുന്നു. ഇതിനപ്പുറത്ത് എന്താണ് കേരളം? ഇതാണ് ഞാൻ പറഞ്ഞത്. കവിത എന്ന് കവിതയായിട്ടല്ല നിൽക്കുന്നത്. കവിത ജീവിതത്തിൻ്റെ നിർമ്മാണവുമായിട്ടും ജീവിതത്തിൻ്റെ തന്നെ വിശകലനവുമായി നിൽക്കുന്നു. ആ തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് ടൂളും ഉപയോഗിക്കാം എന്നുള്ള ഒരു നിലപാടാണ് വിമർശനത്തെ സംബന്ധിച്ച് എനിക്കുള്ളത്.